എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. +1 അപേക്ഷ അയക്കുമ്പോഴുണ്ടാകുന്ന സംശയങ്ങളാണ് ഇന്നിവിടെ നോക്കുന്നത്. അതായത് സ്ക്രീനുകൾ ചെക്ക് ചെയ്താണ് നമ്മൾ സംശയം നിവാരണം നടത്തുന്നത്. ഗ്രേസ് മാർക്കും ബോണസ് പോയിൻറ്റും നൽകുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ OEC കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സർട്ടിഫിക്കറ്റ് നമ്പരും അതോറിറ്റിയും ഒക്കെ കൊടുക്കുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. +1 ഏകജാലക സംവിധാനം വഴി ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. VHSC അപേക്ഷിക്കുന്ന വീഡിയോയും ചാനലിൽ ലഭ്യമാണ്. ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഓൺലൈൻ പ്രോസസ്സ് വീഡിയോയുടെ കമൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് എല്ലാവർക്കും പൊതുവിലുള്ളൊരു സംശയമാണ്, യോഗ്യതാ പരീക്ഷയ്ക്ക് SSLCക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ളവർക്ക് ബോണസ് പോയിൻ്റ് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ളവർക്ക് ബോണസ് പോയിൻ്റ് നൽകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്നതിന് നേർക്ക് യെസ് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ബോണസ് പോയിൻറ്റുകൾക്കൊന്നും ടിക്ക് മാർക്ക് കൊടുക്കുവാൻ അനുവദിക്കത്തില്ല. നേരെ മറിച്ച് ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്നതിന് നേർക്ക് നമ്മൾ നോയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, നമുക്ക് ഗ്രേസ് മാർക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള ബോണസ് പോയിൻറ്റുകൾക്ക് നേർക്ക് നമുക്ക് ടിക്ക് മാർക്ക് കൊടുത്ത് അത് എനേബിൾ ചെയ്യുവാൻ സാധിക്കും. അതായത് യോഗ്യതാ പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ളവർക്ക് NCC സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാർ നേടിയവർ, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്, ലിറ്റിൽ കൈറ്റ് A ഗ്രേഡ് ലഭിച്ചിട്ടുള്ളവർ എന്നിങ്ങനെയുള്ളവർക്ക് ബോണസ് പോയിൻറ്റിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. അടുത്തത്, കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തു, എന്നാൽ ആപ്ലിക്കേഷൻ നമ്പർ ലഭിച്ചില്ല. അങ്ങനെയുള്ളവർ ഇവിടെ ഹോം പേജിൽ കാണുന്ന ഗെറ്റ് യൂസർ നെയിം ആപ്ലിക്കേഷൻ നമ്പർ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ കാണുന്ന ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യൂസർ നെയിമും ആപ്ലിക്കേഷൻ നമ്പരും ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്ന സ്റ്റേജ് വരെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എടുത്ത് ആദ്യം തൊട്ട് ചെയ്താൽ മാത്രം മതിയാകും. ഇനി SSLC പഠിച്ച സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്കൂൾ ലിസ്റ്റിൽ അപേക്ഷകൻ പഠിച്ച സ്കൂൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതേഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. ഈ പഠിച്ച സ്കൂളിൽ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ ഹയർ സെക്കൻഡറി കോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിങ്ങളുടെ സ്കൂൾ കാണിക്കുകയുള്ളൂ. അല്ലാത്തവരെല്ലാം അതേഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. മറ്റ് ജില്ലകളിലേക്ക് അപേക്ഷിക്കുന്നവരും അതേഴ്സ് തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ്, ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച് ഫൈനൽ കൺഫർമേഷന് ശേഷം എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. ഫൈനൽ കൺഫർമേഷന് ശേഷം ഇപ്പോൾ തെറ്റുകൾ ഒന്നും തന്നെ തിരുത്തുവാൻ സാധിക്കുകയില്ല. എന്നാൽ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ലോഗിൻ ചെയ്ത് തിരഞ്ഞെടുത്ത സ്കൂളുകളും സബ്ജക്റ്റ് കോമ്പിനേഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരുത്തുവാൻ സാധിക്കും. എന്നാൽ ജനറൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരുത്തുവാൻ അനുവദിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ തെറ്റുകളൊക്കെ കറക്റ്റ് ചെയ്ത് പ്രിവ്യൂ പേജിൽ നോക്കി എല്ലാം ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ശരിയായിട്ടുള്ള വിവരങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്യുവാൻ ശ്രമിക്കുക. അടുത്തതായിട്ട്, താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോ താലൂക്കിലോ ആണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ ബോണസ് പോയിൻ്റ് ലഭിക്കുന്നതാണ്. അതേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോ താലൂക്കിലോ ആണ് താമസിക്കുന്നതെന്ന് തെളിയിക്കുന്നതിന് യോഗ്യതാ പരീക്ഷ സർട്ടിഫിക്കറ്റ്, അതായത് SSLC സർട്ടിഫിക്കറ്റ് മതിയാകും. ആ സർട്ടിഫിക്കറ്റിൽ വ്യത്യസ്തമായ അഡ്രസ്സാണെങ്കിൽ റേഷൻ കാർഡോ അതല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഉപയോഗിക്കണം. മറ്റൊരു സംശയം, CRPF, BSF, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ജീവനക്കാരുടെ ആശ്രിതർക്ക്, അതായത് മക്കൾക്ക് സർവീസിലുള്ള ജവാൻ്റെ ആശ്രിതന് കിട്ടുന്ന ബോണസ് പോയിൻ്റ് ലഭിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് സർവീസിലുള്ള ജവാൻ്റെ ആശ്രിതന് കിട്ടുന്ന ബോണസ് പോയിൻ്റ് ലഭിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. മറ്റൊരു സംശയം, ഒരു കാൻഡിഡേറ്റ് ലോഗിൻ വഴി ഒരു ജില്ലയിലല്ലാതെ ഒന്നിൽ കൂടുതൽ ജില്ലയിൽ അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഒരു കാൻഡിഡേറ്റ് ലോഗിൻ വഴി ഒരു ജില്ലയിൽ മാത്രമേ അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ജില്ലയിൽ അപേക്ഷിക്കാൻ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ഉപയോഗിച്ച് അപേക്ഷിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു കാൻഡിഡേറ്റ് ലോഗിനിൽ ഒരു അപേക്ഷ മാത്രമേ നൽകുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ആ മൊബൈൽ ഉപയോഗിച്ച് തന്നെ മറ്റൊരു ജില്ലയിൽ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിച്ച് പുതിയ ജില്ലയിലേക്ക് അപേക്ഷിക്കുവാനും സാധിക്കുന്നതാണ്. അതുപോലെ പാസ്വേഡ് മറന്നുപോയാൽ കാൻഡിഡേറ്റ് ലോഗിനിൽ പ്രവേശിച്ച് ഫോർഗോട്ട് പാസ്വേഡ് എന്ന് തൊട്ട് താഴെ ഉണ്ടാകും. അവിടെ പ്രസ് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്ത് പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കുവാനും സാധിക്കുന്നതാണ്.
അതുപോലെ അപേക്ഷാ സമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോവുകയോ നെറ്റ് പോവുകയോ ചെയ്താൽ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കുന്നതിന് മുമ്പാണെങ്കിൽ ആദ്യം ചെയ്ത പോലെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ഒന്നുകൂടി സൃഷ്ടിച്ചാൽ മതിയാകും. കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണെങ്കിൽ വീണ്ടും ഒന്നുകൂടി ലോഗിൻ ചെയ്താൽ മതിയാകും. മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ് പട്ടികജാതിയിൽ നിന്നുമൊക്കെ ക്രിസ്തുമതം സ്വീകരിച്ചവർക്ക് OEC രേഖപ്പെടുത്തുവാൻ ടിക്ക് മാർക്ക് കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. ഹിന്ദു OBC, ക്രിസ്ത്യൻ OBC, ധീവര തുടങ്ങിയവർക്കൊക്കെ ആ ടിക്ക് മാർക്ക് കൊടുത്ത് സെലക്ട് ചെയ്യുവാൻ OEC സെലക്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. OECയുടെ ലിസ്റ്റ് പ്രോസ്പെക്ടസിലുണ്ട്. ജനറൽ, ഹിന്ദു OBC, ക്രിസ്ത്യൻ OBC, ധീവര, റിലേറ്റഡ് DV അങ്ങനെയൊക്കെ കുറേ വിഭാഗങ്ങളുണ്ട്. നിങ്ങളത് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. ഇതെങ്ങനെ കൊടുക്കേണ്ടതെന്ന് പറയാം. ഞാനിവിടെ ഉദാഹരണത്തിന് ക്രിസ്ത്യൻ ചേരമർ, കൺവേർട്ടഡ് ക്രിസ്ത്യൻ മുതലായവയ്ക്ക് ഓൺലൈനിൽ OEC എനേബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്രിസ്ത്യൻ ചേരമർ, കൺവേർട്ടഡ് ക്രിസ്ത്യൻ മുതലായ വിഭാഗങ്ങളിൽ പെടുന്നവർ ഇവിടെ കാസ്റ്റ് എന്നതിൻ്റെ കോളത്തിൻ്റെ നേർക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി ഇത്രയും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം. ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി ഇത്രയും ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് താഴെ അതിന് അനുബന്ധമായിട്ടുള്ള റിലീജിയനും കാസ്റ്റും ഒക്കെ തിരഞ്ഞെടുക്കാനും തൊട്ടടുത്ത് തന്നെയുള്ള ബിലോങ്സ് ടു OEC എന്നുള്ളത് ടിക്ക് മാർക്ക് വരുത്തുവാനും സാധിക്കുന്നതാണ്. ഞാനിവിടെ ഉദാഹരണത്തിന് 2 വിഭാഗങ്ങളുടെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോസ്പെക്ടസിൽ അനുബന്ധം 2-വിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. മറ്റ് OEC വിഭാഗങ്ങളിൽ പെടുന്നവർ ഈ കാസ്റ്റ് കോളത്തിൽ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടുന്നതെന്ന് അനുബന്ധം 2 പ്രോസ്പെക്ടസിൽ അനുബന്ധം 2-വിൽ പറയുന്നുണ്ട്. ഇതിനായിട്ട് വ്യൂ പ്രോസ്പെക്ടസിൽ പ്രസ് ചെയ്തതിന് ശേഷം അനക്സർ 2 എടുക്കണം. 2 എടുത്തു കഴിഞ്ഞാൽ OEC ലിസ്റ്റ് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഉണ്ട്. ഇവിടെ ഈ പറയുന്ന കാസ്റ്റുകളുടെ ഒക്കെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് പോലെ ടൈപ്പ് ചെയ്ത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ OEC ആക്കാവുന്നതാണ്. അടുത്തത് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ആണ്. നമ്മൾ അപേക്ഷാ സമർപ്പണ വേളയിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ടിക്ക് മാർക്ക് കൊടുത്ത് ചൂസ് ചെയ്ത് വന്നിട്ടുണ്ടോ അതെല്ലാം ഇവിടെ കാണിക്കും. ഇവിടെ കുറേ അധികം സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ NCC, സ്പോർട്സ്, സ്കൗട്ട്, സ്റ്റുഡൻറ്റ് പോലീസ്, ലിറ്റിൽ കൈറ്റ്, അതേപോലെ തന്നെ ഡിപ്പെൻഡൻ്റ് ഓഫ് ജവാൻ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതിൽ യൂത്ത് ഫെസ്റ്റിവൽ, സ്പോർട്സ് തുടങ്ങിയവയൊക്കെ വരുന്നതാണ്. അങ്ങനെ ഇതിൽ ഒരുപാട് സെലക്ട് ചെയ്ത് വന്നതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ലിസ്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ ചൂസ് ചെയ്യുന്നതോ അതെല്ലാം ഇവിടെ വരും. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കൊടുക്കുകയും വേണം. സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് നമ്പർ ആ സർട്ടിഫിക്കറ്റിലുണ്ടാകും, അത് കൊടുക്കണം. അത് ലഭിച്ച ഡേറ്റും ഉണ്ടാകും, അതും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇഷ്യൂയിങ് അതോറിറ്റി എന്നുള്ളത് ഏറ്റവും മുകളിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ ഉണ്ടാകും. ലിറ്റിൽ കൈറ്റിനൊക്കെ ലിറ്റിൽ കൈറ്റ് എന്ന് കൊടുത്താലും മതിയാകും. അതല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറി എന്നൊക്കെ അത് ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് സൈൻ ചെയ്യുന്ന ഭാഗത്ത് ഇഷ്യൂയിങ് അതോറിറ്റിയുടെ പേരുണ്ടാകും, അല്ലെങ്കിൽ മുകളിൽ ടൈറ്റിൽ ഉണ്ടാകും. ആ ടൈറ്റിൽ ഏതെങ്കിലും ടൈറ്റിലുള്ള പേര് കൊടുത്താലും മതിയാകും. ഇഷ്യൂയിങ് അതോറിറ്റിയുടെ ഡെസിഗ്നേഷനാണ് കൊടുക്കേണ്ടത്. ആ സർട്ടിഫിക്കറ്റിലുള്ള വിവരങ്ങൾ കൊടുത്താൽ മതി. ഇതൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തിട്ടാണ് അഡ്മിഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റിലുള്ള അറിയാവുന്ന കാര്യങ്ങൾ കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ മാത്രം മതിയാകും. അപ്ലോഡ് ചെയ്യേണ്ടുന്നവർക്ക് 100 KB താഴെയുള്ള PDF സൈസിലുള്ളത് അപ്ലോഡ് ചെയ്യണം. ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതൊന്നും വന്നിട്ടില്ല. PWD കാൻഡിഡേറ്റ്സിനൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതേസമയം സ്കൂളിൽ നിന്ന് വാങ്ങിക്കുന്ന ക്ലബ് ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് ഡെസിഗ്നേഷൻ HM എന്ന് കൊടുത്തിട്ട് സ്കൂളിൻ്റെ പേരും കൊടുത്താൽ മതിയാകും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.